ഇരുമ്പാമ്പുളിയാണ് കേട്ടോ. ഞാനുണ്ണിയും കൂടി സ്കൂളിൽ വിട്ട് വരണം. അപ്പോൾ കണ്ടപ്പോൾ എടുത്താൽ കേട്ടോ. അതിൻ്റെ അടിയിൽ ഉണ്ടാവും. എന്താ അച്ഛാ ചെയ്യണേ? ഒരു കഷ്ണം മത്തം വാങ്ങിച്ചിട്ട് വന്നാണ്. അത് ഫ്രിഡ്ജിൻ്റെ അടുത്ത് വന്നാലും നല്ല തണുപ്പ്. നല്ല ഫ്രഷ് മത്തനാണ്. വീടിന് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒന്ന് മത്തം വെച്ചിട്ട് ഒരു എളുപ്പത്തിലൊരു കറി ഉണ്ടാവും. ഒരു സിമ്പിളായ ഒരു കറി. വളരെ എളുപ്പത്തിൽ. നമ്മൾ മത്തം വെച്ചിട്ട് ഒരുപാട് കറികളുണ്ട്. അതിൻ്റെ എളുപ്പത്തിലൊരു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നും പറയണ പോലെ എന്നും പറയുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മളൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. നേരം വൈകി 7:30 കടയിലെ ഏട്ടൻ തുറന്നില്ല. കടയിലത്തെ ചേട്ടൻ കട തുറന്നില്ല. അതന്നെ നേരം വൈകി. കാലത്ത് പോയിട്ട് വാങ്ങിയിട്ട് വരുന്നത്. അതാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ രാവിലെ വാങ്ങാൻ പറ്റുള്ളൂ. നല്ല കത്തൊന്നും വേണ്ടട്ടോ. എന്നിട്ട് നിങ്ങൾ എന്തിനാ മൊത്തം ചെക്കുന്നത്? ഇല്ല ഏട്ടാ, അടിയോടെ എത്തിയിരുന്നു. തണുപ്പാ. ഇതൊക്കെ മുറിച്ചെടുക്കട്ടെ. നമുക്ക് മത്തൻ കറി വെക്കാം. ഒരു കഷ്ണം മത്തൻ ട്ടാ. ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു വലിയൊരു തക്കാളി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇത് വേകട്ടെ. അപ്പോഴേക്ക് തേങ്ങ അരച്ചിട്ട് വരാം. പൂണ്ടെടുക്കുക കേട്ടോ. ചെറുകാൻ വയ്യ അല്ലേ? ചേർക്കാൻ വയ്യ. നേരം പോയി. ചെറുകാൻ നിന്ന് നേരം പോയി. ഇതാകുമ്പോൾ ചടപടയെന്ന് കാര്യം കഴിയും. അതെ. സൗണ്ട് അപ്പുറത്തോട്ടിൽ ചുമക്കാണ്. ഇടിമിന്നല് വഴങ്ങിയതാ. ഇത്ര തേങ്ങ മതി. ഒരു മുറിൻ്റെ പകുതി എടുത്തുള്ളൂ. ഒരു പച്ചമുളക് ചെറുത്, 2 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. എല്ലാം കൂടി അരച്ചിട്ട് വരാം. മത്തൻ വെന്താ നോക്കാം. മത്തൻ വെന്തു. ഞങ്ങളുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് ചാറ് കഴുകി വെള്ളം ഇട്ടാ. കുറച്ച് മതി. ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. അരപ്പ് ഒഴിച്ചിട്ട് തിളച്ചു. കറി ആയിട്ടാ. ഇനി താളിച്ചൊഴിക്കാം. വളരെ സിമ്പിളാ, നല്ല ടേസ്റ്റാ. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. പൊട്ടട്ടടി. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, ഉള്ളി മൂത്ത് വരട്ടെ.
സൂപ്പർ മട്ടൻ കറി കേട്ടോ. വയ്ക്കാത്തവരൊന്ന് വെച്ച് നോക്കാം. എല്ലാവരും വെക്കും. ഒരു ഉണക്കമീനോ ഒരു മുട്ട വറുത്തുണ്ടെങ്കിൽ അടിപൊളിയാണ്. ചോറ് കൊണ്ടു കേട്ടോ. അത് അടിപൊളി ചോറാണ് കേട്ടോ. മുട്ട ഇതിനൊക്കെ പ്രാവശ്യം കിട്ടി. 3-4 മാസമായിട്ട് നല്ല മുട്ട. സൂപ്പർ മുട്ട. ഇത് അച്ഛൻ ബീട്രൂട്ട് അരിയാണ് കേട്ടോ. ഉപ്പേരിക്കാണ്. അരിഞ്ഞു കഴിഞ്ഞു. വരാൻ കുറച്ച് വൈകിപ്പോയി. ആഴ്ചക്ക് ബീട്രൂട്ട് ക്യാരറ്റ് അത് ആഴ്ചക്ക് ഒരു ദിവസം കഴിക്കണം. മുട്ട പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുട്ട ചോറിലിട്ടതാണ്. കൂച്ചട്ടെ. ബീട്രൂട്ട് ഉപ്പേരി വെക്കാൻ കേട്ടോ. ഇത് വേഗട്ടെ. ബീട്രൂട്ട് ഉപ്പേരി റെഡിയായി. ഞാൻ ഒരു മുട്ട പൊരിക്കണം. മുട്ട വറുത്ത് സ്കൂളിക്ക് വേണം പറയും. ഒരു മുട്ട പൊരിക്കുള്ളൂ കേട്ടോ. രണ്ട് മുട്ട വേണം. മൂന്ന് ദിവസമാണ് മീൻ കഴിച്ചത്. കുറച്ച് ചോറ് മതി. സ്കൂളിലേക്ക് ചോറാക്കി അവൾക്ക് അച്ഛൻ്റെ പാത്രമാണ് ദിവസം. അച്ഛൻ ഇപ്പോൾ പാത്രം കൊണ്ടുപോകണല്ലോ. അപ്പം എനിക്ക് സുഖമായി. അച്ഛന് കൈ കഴുകാൻ വെള്ളമില്ലാത്ര അവിടെ. അപ്പോൾ പാത്രം കഴുകാൻ വെള്ളമില്ലാത്തതുകൊണ്ട് പാത്രം കൊണ്ടുപോകണില്ല കേട്ടോ. ഒരു മുട്ട എടുത്താൽ മുറിച്ച് വയ്ക്കായിരുന്നു. കൊള്ളില്ല. നീ മുറിച്ചിട്ടില്ല, കഴിച്ചാൽ മതി. ചാരുകറി പിന്നെ മത്തൻ കറി കേട്ടോ. ഞാൻ സമയം നോക്കിട്ടാ. മതി മതി. മട്ടൻ കറി നല്ല ചൂട്. മട്ടൻ കറി ഓംലേറ്റ് ഉണ്ടെങ്കിൽ എന്താ ചോറ് കടകടയെ ഇറങ്ങും. ഉപ്പേരി വേണ്ടേ? ബീട്രൂട്ട് ഉപ്പേരി ആക്കട്ടെ. വേണ്ട. അവൾക്ക് ഇത് മതിയെന്ന്. ഇത് തുടയ്ക്കണം വേണം. തലയാട്ടി കൊടുക്കുക കേട്ടോ. ഇന്ന് ഇതാണ് യൂണിഫോം. സ്പെഷ്യൽ യൂണിഫോമാണ് ബുധനാഴ്ച. തലകെട്ടും വ്യത്യാസമുണ്ട് അല്ലേ? ആ, തലകെട്ടിലും വ്യത്യാസമുണ്ട്. അത് പോണിട്ടയിലേന്ന് അങ്ങനെ കെട്ടിയിട്ട് പോകാനേ പറ്റുള്ളൂ. പോണിട്ടയിലിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം? കുതിരവാലി. കുതിരവാലി പോലെ കെട്ടിട്ടുള്ള കെട്ട്. വെള്ള റിബൺ ഇട്ടിട്ട് കെട്ടണം. ടൈറ്റ് വേണ്ട. ടൈറ്റണ്ട ടൈറ്റണ്ട. മതി. കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ആ മതി. അതിനുണ്ട് കഴിക്കട്ടെ. കഴിക്കട്ടെ. പ്ലേറ്റ് കിട്ടിയപ്പോഴേക്കും എങ്ങനെയാ മനസ്സിലാവുക? ഇങ്ങനെ പോകുന്നു. ചൂട്. അമ്മ എന്താ ഇടുപ്പിൽ കൈ കുത്തിക്കൊണ്ടിരിക്കുന്നു? ഞാൻ ഉണ്ണി അടിപൊളി. വെക്കാത്തൊരൊന്ന് വെച്ച് നോക്കട്ടെ അങ്ങനെ. അപ്പം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബുധനാഴ്ച ശേഷം ഫുള്ള് വെള്ളിയാ. അതെ.